ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഗായ്സ്, നമ്മൾ മൊബൈലിൽ എങ്ങനെ ലൈവ് ചെയ്യാം എന്നുള്ള ഒരു ആപ്പ് പരിചയപ്പെടുത്തുന്ന പ്രസൻറ്റ് ലൈവ് ആപ്പ് എന്നൊരു ആപ്പാണ്. ഗായ്സ്, ആ ഗൂഗിൾ എന്നത് അപ്പോൾ ആദ്യം പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെ ഇമെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഏതാണ് നമ്മളെ ഇമെയിൽ കൊടുക്കുക, അത് കൊടുക്കുക. പിന്നെയും ഗൂഗിൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഇത് ഓക്കെ എന്നെല്ലാം കൊടുത്തിട്ട് പിന്നെ നമ്മളെല്ലാം ആഡാക്കുക. എല്ലാം നമ്മൾ ഹലോ കൊടുത്ത് ആഡാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ പ്രസൻറ്റ് ആപ്പിലേക്ക് പോകും. നമ്മൾ ഓരോന്ന് ചെയ്യണ മാതിരി അങ്ങനെ നോക്കുക. നമ്മൾ എറർ മാർക്ക് കാണിക്കും. അതുപോലെ അങ്ങനെ സെറ്റിങ്സ് ചെയ്താൽ മതി. ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ കുറേ പെർമിഷൻ ചോദിക്കും. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഓണാക്കി കൊടുക്കണം. ഏതെല്ലാം പെർമിഷൻ ഉണ്ട് അതെല്ലാം ഓണാക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഷോർട്സ് ലൈവ് ഇടണോ ഒരു സാധാ ലൈവ് ഇടണമെന്ന് ചോദിക്കും. നമ്മളപ്പോൾ ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ്, അല്ലെങ്കിൽ സാധാ ലൈവ് ആണെങ്കിൽ ലൈവ്. ഷോർട്സിൻ്റെ ലൈവിൻ്റെ സെറ്റിങ്സ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ചെയ്യണം. അത് നമ്മൾ എറർ മേലെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ചെയ്ത് നോക്കുക. നമുക്ക് വേണ്ടത്ര സ്ക്രീന് കറക്റ്റായിട്ട് വെക്കണം. സ്ക്രീന് കറക്റ്റായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ അത് ലൈവിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെരിഞ്ഞു പോകും. ആളത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. കറക്റ്റായിട്ട് ആ മഞ്ഞ ലൈനിൽ കറക്റ്റായിട്ട് സെറ്റാക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറേ ആഡ് ചെയ്യാം. ഫോട്ടോസ് അതിൻ്റെ അടിയിൽ ആഡ് ചെയ്യാം. ഇതിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ആഡ് ചെയ്യുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പറ്റിയ അങ്ങനത്തെ ഫോട്ടോസ് എടുക്കുക, ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യാൻ 2 ഫോട്ടോസ് നമ്മൾ എടുത്തിട്ട്, ഒന്ന് തമ്മനയിലും ഒന്ന് ഇതിലും ആഡ് ചെയ്യാൻ ഫോട്ടോസാണത്. കറക്റ്റ് ലൈന് കറക്റ്റായിട്ട് വെക്കണമെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റാകില്ല. അങ്ങോട്ട് ഒരു സൈഡ് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. നമ്മൾ കറക്റ്റായിട്ട് സെറ്റാക്കുക. അപ്പോൾ നമ്മളത് സെറ്റാക്കി നമ്മൾ കുറച്ച് നേരം പിന്നെ നമ്മൾ മെസ്സേജ് വായിക്കണ്ടേ. ഇത് നമ്മൾ 2-3 ലൈവൊക്കെ ഇടുമ്പോൾ നമുക്ക് തന്നെത്താലെ അത് സെറ്റായി കിട്ടും. പിന്നെ അതിൽ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ തന്നെത്താലെ ഓരോന്നായിട്ട് നമ്മളത് റെഡിയാക്കി എടുക്കും. പിന്നെ നമുക്ക് അടുത്ത ഏത് മെസ്സേജ് എങ്ങനെയാണ് ലൈവിൽ കമൻറ്റ് വരിക, ആ ഒരു ഡെക്കറേഷൻ്റെ ഇത് കാണിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് എത്ര ഡെക്കറേഷൻ ഉണ്ട്, നമ്മൾ വേണ്ടത് കളറിലെടുക്കാം. നമുക്ക് ഇപ്പം ഞാൻ ഇതാ കൊടുക്കണം. നിങ്ങൾ ഏതെങ്കിലും ചൂസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് അവിടെ ചെറുതായിട്ട് ഇതിൽ മൂലൊക്കെ ചെറുതായിട്ട് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഷോർട്സ് ലൈവല്ലേ, ചെറിയ മൂലൊക്കെ കൊടുത്താൽ മതി. നമുക്ക് വരും, കാണിക്കും അതേമാതിരി. പിന്നെ അതേമാതിരി ഇതിൽ കുറേ ഇതുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇതും ഇങ്ങനെ സംസാരിക്കണ മാതിരി കാണിക്കും. ഇത് എവിടെയും ചെറിയ വലുതാക്കി വെക്കണേ വലുതാക്കി വെക്കാം. ഞാൻ ചെറുതാക്കി വെച്ചോളൂ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി. ഞാൻ ചിലതുള്ളൂ ഇങ്ങനെ വെക്കാറില്ല. പിന്നെ ഇതൊക്കെ ലോക്കായോ നോക്കണം കേട്ടോ. ഇതൊക്കെ ലോക്കാക്കണം. നമ്മൾ എറർ മാർക്ക് കാണിച്ച് തൊടുക, ഇതെല്ലാം ലോക്കാക്കുക. സ്ക്രീന് ലോക്കാക്കി വെക്കുക. പിന്നെ അടുത്ത് നമ്മൾ റെഡി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഏതിലാണ് സ്ക്രീനിങ് ചെയ്യേണ്ടി വെച്ചു. ഇപ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക് വരെ ഇഷ്ടമെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് യൂട്യൂബിലാണ്. അപ്പോൾ നമുക്ക് മെയിൽ ചോദിക്കും. ഇപ്പോൾ ഏത് മെയിലാണ് നമ്മൾ യൂട്യൂബിൻ്റെ ID അത് ചോദിക്കുക. അതൊക്കെ അപ്പോൾ നമ്മൾ എല്ലാം കൊടുക്കുക, ID ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ആയപ്പോൾ നമുക്ക് ഇനി സെറ്റ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ ആദ്യം തമ്മനയിലെടുത്ത് സെറ്റാക്കുക, ഡൺ കൊടുക്കുക. പിന്നെ ടൈറ്റിൽ ചെറുതായിട്ട് ഞാൻ ഈ കോൾ ഓഫ് ഡ്യൂട്ടി എന്ന ഗെയിമാണ് കളിക്കുന്നത്. അപ്പോൾ അതങ്ങനെ കൊടുത്ത് ടൈറ്റിൽ മലയാളം ലൈവ് അങ്ങനെ സെറ്റാക്കിയിരിക്കണം. അതുപോലെ നിങ്ങൾ ഏതാണ് ഗെയിം, പബ്ജിയോ ഫ്രീ ഫയറോ ഏത് ഗെയിമും മൊബൈൽ കളിക്കുന്ന ഒരുവിധം ഗെയിമൊക്കെ ഇതിൽ സ്ട്രീമിങ് ചെയ്യാൻ പറ്റും. പിന്നെ അതേമാതിരി കീവേഡ്സ് അങ്ങനെ അതിൽ കൊടുക്കുക.
പിന്നെ അത് പ്രൈവറ്റ് പബ്ലിക് ആക്കണം, പ്രൈവറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്, പബ്ലിക് ആക്കണം. പിന്നെ ഗെയിമിങ്, നമ്മൾ ഏതാണ് ഗെയിമാണെന്ന് ഗെയിമിങ്ങിൻ്റെ ഇത് കൊടുക്കുക. അപ്പോൾ ഗെയിമെന്ന് കാണിക്കും. പിന്നെ ഏത് കാറ്റഗറിയാണ് കിഡ്സ് ആൻഡ് നോട്ട് കിഡ്സ് എന്നുള്ളതാണ്. എല്ലാവർക്കും പൊതുവെ കാണണം നമ്മളെ ഗെയിം അങ്ങനെ കാണുന്ന ഏത് രീതിക്ക് ആ രീതിക്ക് ഇടുക. പിന്നെ ടൈമിംഗ് ഉണ്ട്, നമുക്ക് ഏത് സമയത്താണ് ടൈമിങ് വെച്ച് നമുക്ക് ഇന്ന സമയത്ത് നമുക്ക് സെറ്റാക്കുക. ടൈമിങ് കാണിച്ചിരിക്കണം. പിന്നെ അതേമാതിരി നമുക്ക് നെറ്റ് എങ്ങനെയാണെന്നുള്ളത്, നെറ്റ് വൈഫൈ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കുക. അതിപ്പോൾ നോർമൽ ഫോണിൻ്റെ നെറ്റ് വെച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ 400 അല്ലെങ്കിൽ 720 അങ്ങനെ ആ രീതിക്ക് കൊടുക്കണം. 720 ആ രീതിക്ക് കൊടുത്തിരിക്കണം. പിന്നെ MS അങ്ങനെ ഇതുള്ളത് ഞാൻ 2000 കൊടുക്കല്. നിങ്ങളുടെ നോർമൽ എൻ്റെ ഫോൺ നമ്മളെ ഫോണിന് 600 അത്ര ഉള്ളൂ അതിൻ്റെ അനുസരിച്ച് കൊടുത്തിരിക്കണം. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കുക. നിങ്ങളതിനനുസരിച്ച് ഞാൻ എന്താ കൊടുത്തിരിക്കണം. പിന്നെ SP ഇത് ഞാൻ സെക്കൻഡിന് കൊടുത്തിരിക്കണം. നമുക്ക് മെസ്സേജിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ഓല് കാണിക്കുമ്പോൾ ഒരു സെക്കൻഡ് കുറച്ച് കാണിക്കണം. അതിലുള്ള സെറ്റിങ്സ് ആണത്. ഇപ്പോൾ സ്റ്റാർട്ട് കൊടുക്കുക. നമുക്ക് വീഡിയോ റെക്കോർഡ് ആകണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരെ ഗെയിമിലേക്ക് പോകും. അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബറും ചെയ്യണേ ഗൈസ്.